പ്രിയങ്കരനായ അധ്യക്ഷൻ കെ അബ്ദുള്ള സാഹിബ്, അതുപോലെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കുറുക്കോളി മൊയ്തീൻകുട്ടി MLA അവർകൾ, റസാഖ് സാഹിബ്, നമ്മുടെ ഈ പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ അബ്ദുൽ ഫത്താഹ് തയ്യിൽ, നമ്മുടെ ഈ പ്രോഗ്രാമിൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ നടത്തുന്ന നമ്മുടെ ഡോക്ടർ അബ്ദുൽ റഷീദ്, ഹാറൂൺ റഷീദ്, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണത്തിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇനി ഒരുപാട് പറഞ്ഞ കാര്യം തന്നെ കൂടുതൽ പറയേണ്ട ആവശ്യവും ഇല്ല. നമുക്ക് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാരനും ഡോക്ടറുമായ ഹാറൂൺ റഷീദാണ്. അദ്ദേഹത്തിൻ്റെ അറിവുകൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. ചാരിറ്റി മേഖലയിൽ കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ 22 വർഷമായി മുന്നോട്ട് പോകുന്നു. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഡയാലിസിസ് സെൻ്ററുകൾ 14 ജില്ലകളിലാണ് അത്ര ഡയാലിസിസ് സെൻ്ററുകൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുടിവെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിക്കുക, അതുപോലെ തന്നെ നമ്മുടെ അർഹരായ കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അവരെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് അവരെ ഉന്നത പഠനങ്ങളിൽ സഹായിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഒരു ലീഡേഴ്സ്, ഇതിൻ്റെയൊക്കെ മുഖ്യ രക്ഷാധികാരികൾ, അവരുടെയൊക്കെ പ്രവർത്തനം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് കാലം പ്രവാസിയായി അവരുടെ എല്ലാ ജോലി കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ച് ഇപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ റിട്ടയർമെൻ്റ് ആയി. ആ റിട്ടയർമെൻ്റ് ആയ ആളുകളാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ എക്സ്പീരിയൻസോട് കൂടിയിട്ട് ഇവിടെ ചെയ്യുന്നത്. ഓരോ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മാതൃകാപരമാണ്. കാരണം മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ സർവശക്തൻ്റെ എല്ലാ നോട്ടവും ഈ ഒരു കൂട്ടായ്മക്ക് ഉണ്ടാവുന്ന യാതൊരു സംശയമില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ അർഹരായ ആളുകൾക്ക്, പ്രയാസമുള്ള ആളുകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞാൻ ഒരു 10-25 വർഷമായി ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നു. ആദ്യ രീതിയിൽ ചെറിയ രീതിയിലാണെങ്കിലും ക്ലബും സാമൂഹിക സാംസ്കാരിക മേഖലകളിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി വൈഡായിട്ട് പല ചാരിറ്റിയും പാലിയേറ്റീവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടും അവരുമായിട്ട് അവരുടെ പ്രവർത്തകരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ പല വിഷയങ്ങളിലും നമുക്ക് ഇവരോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് നമുക്ക് അത്രയും ഒരു സമാധാനം തരുന്ന ഒരു മേഖലയാണ് ചാരിറ്റി മേഖല അല്ലെങ്കിൽ പാലിയേറ്റീവ് മേഖല. അപ്പോൾ അത് നമുക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരാളെ സഹായിക്കാൻ കഴിയില്ല. നമുക്ക് ഉള്ളതിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കുക, അതാണ് ഏറ്റവും വലിയ പുണ്യം. നമ്മളിപ്പോൾ 1 കോടി രൂപ ഉള്ള 1 ലക്ഷം രൂപ നമ്മളെ സഹായിച്ചെന്ന് കരുതിയിട്ട് 1000 രൂപ
വരുമാനമുള്ളവൻ 10 രൂപ കൊടുത്താൽ ആ ഒരു 10 രൂപയും 1,00,000 സമാണ് അള്ളാഹുവിൻ്റെ അടുത്ത്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഓരോരുത്തരും. നമ്മളിപ്പോൾ പല ആളുകളുണ്ടാവും, പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ 1000 തരുന്നവൻ 1000, 10,000 തരുന്നവൻ 10,000, ലക്ഷങ്ങൾ, ചെറിയ തുക എത്രയാണെങ്കിലും അതെല്ലാം കൂടി ഒരു മുതൽക്കൂട്ടാവുമ്പം ഈ ഒരു കൂട്ടായ്മക്ക് വലിയൊരു ബലമാണ്. ആ ഒരു ശക്തി, ആ ഒരു വലിയൊരു എമൗണ്ട്. ഇവിടെ ഇപ്പം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ സ്കോളർഷിപ്പ് വലിയൊരു എമൗണ്ടാണ്. ഞാൻ ആ എമൗണ്ട് ഇവിടെ പറയുന്നില്ല. അത് എന്താണ് ആ കാരണം? ആ അർഹരായ കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് പഠിക്കുന്ന ആളുകളെ അവരുടെ അറിഞ്ഞുകൊണ്ടാണ് ഒരു സെലക്ട് ചെയ്തിട്ട് നാളെ സമൂഹത്തിൽ നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, പല മേഖലകളിലും നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്. നാളെ ചിലപ്പം നിങ്ങൾ നാട് ഭരിക്കുന്നവരാവാം, അല്ലെങ്കിൽ നാട്ടിലുള്ള ഇതുപോലുള്ള ഇപ്പോൾ ഡോക്ടർമാരായാലും മറ്റുള്ള ഒരുപാട് പല മേഖലയിലും നമ്മളെ വിദ്യാഭ്യാസ മേഖല ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നത്, ഇപ്പം എന്ന് പറഞ്ഞാൽ IAS IPS ഈ ലെവലിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ റെയറായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു IAS IPS ഒന്നും നമുക്ക് വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് IAS ഒക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കുട്ടികൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പം പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള സംഘടനകൾ, കൂട്ടായ്മ എന്ത് ചെയ്യും, നിങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു മുതൽക്കൂട്ടായിട്ട് നിങ്ങളെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്കും വേണം. കാരണം നമ്മളെ ഈ പഠിപ്പിക്കുന്നതൊക്കെ നമ്മളെ രക്ഷിതാക്കൾക്ക് പുറമെ ഇത്തരം സംഘടനകളൊക്കെയാണ് എന്നുള്ള ആ ഒരു ബഹുമാനം, പ്രാർത്ഥനയൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും രക്ഷപ്പെടും, ഈ ഒരു സമൂഹവും രക്ഷപ്പെടും, എല്ലാവർക്കും അതിൻ്റെ അഭിവൃദ്ധി ഉണ്ടാവും. അപ്പം നമ്മൾ ചാരിറ്റി പ്രവർത്തനം, ആദ്യമൊക്കെ നമ്മൾ ചാരിറ്റി പ്രവർത്തനം ചെയ്തതൊക്കെ കിറ്റ് കൊടുക്കുക, ഭക്ഷണ കിറ്റ് കൊടുക്കുക എല്ലാവർക്കും. ഒരു 100 വീടുണ്ടെങ്കിൽ നമ്മൾ ആ 100 വീട്ടിൽ ആ കിറ്റ് കൊടുക്കും. അപ്പം ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മളതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേങ്കിലും കൂടിയിട്ട് അതൊക്കെ ഇപ്പം നമുക്കിങ്ങനെ ഓരോ വിഷയത്തിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് അപ്ഡേഷൻ വരും. നമുക്കിങ്ങനെ ഇപ്പം മൊബൈലിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണ പോലെ തന്നെ നമ്മളും നമ്മളെ പ്രവർത്തന രീതി ചിലപ്പോൾ ആ ഒരു രീതി നമ്മളിങ്ങനെ മാറും. നമ്മൾ ഒരു പ്രയാസമുള്ള ആളുകളെ എന്താണ് അവരെ പ്രയാസം അറിഞ്ഞ് സഹായിക്കലാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ കുട്ടികൾക്ക് കുറച്ച് കിറ്റ് കൊടുത്തതുകൊണ്ട് കാര്യമില്ല, ഓർക്ക് കാശാണ് ആവശ്യം, അതിന് വേണ്ടുന്ന കാശാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞ് സഹായിക്കണം എന്നാണ് ഇപ്പോഴത്തെ ഒരു നമ്മളൊക്കെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അപ്ഡേഷൻ വരുന്നത് മനസ്സിലാവേണ്ടത്. ഒരാളെ പ്രയാസം അവരോട് അന്വേഷിക്കുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രയാസമുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പൈസ ഇല്ല, പൈസ ഇല്ലെങ്കിൽ പൈസ ആണെന്ന് നമുക്കും കൂടി ബോധ്യമാവുകയാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് സഹായിക്കുക. അരി എല്ലാവരും ഒരേ രീതിയിലല്ലല്ലോ. അപ്പോൾ 100 ആളുണ്ടെങ്കിൽ 10 ആൾ നമുക്ക് ഭക്ഷണം പോലും എന്തുണ്ടാവില്ല, കിട്ടാൻ വഴിയില്ലാത്ത ആളാണ്. അവരെ നമ്മൾ കിറ്റ് കൊടുത്തിട്ട് തന്നെ സഹായിക്കണം. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഇപ്പോൾ 2 ദിവസം മുന്നേ എത്രയോ ദൂരത്തുനിന്ന് ഒരു സ്ത്രീ വന്നിട്ട് എന്നോട് ഇങ്ങനെ ഓരോ വിഷയം പറഞ്ഞ്, ഞാനൊരു ചെറിയൊരു സംഖ്യ കൊടുത്ത് അതിന് ശേഷം എന്നോട് പറഞ്ഞ് അരിയില്ല, അരി എന്തെങ്കിലും വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അപ്പോഴത്തെ കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ആ പൈസയിൽ നിന്ന് കുറച്ച് അരി വാങ്ങിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ കാശ് കൊടുത്തതിന് പുറമെ അരി അത്യാവശ്യമാണ് അതിന്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് തന്നെ വാങ്ങിക്കോളി, ഇൻഷാ അല്ലാഹ് നിങ്ങൾ പിന്നെ തരേണ്ടത്. അപ്പോൾ ആവശ്യങ്ങൾ ചില ആളുകൾക്ക് അങ്ങനെയാണ്, ചില ആളുകൾക്ക് ആവശ്യം ഉണ്ടാവും. നമ്മളത് തിരിച്ചറിയാതെ ഒരുപാട് എന്തുണ്ട് പല വീടുകളിലും ഈ പാവപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ കട്ടിൻ്റെ അടിയിലൊക്കെ പൂത്തു പോണ ഒരവസ്ഥ ഉണ്ട്, അരികളാണെങ്കിലും കിറ്റുകളാണെങ്കിലൊക്കെ. അപ്പം അത് എല്ലാവർക്കും കൊടുക്കില്ല. നമ്മൾ അറിഞ്ഞ് നമ്മളെ പ്രവർത്തന മേഖലയിൽ നമ്മൾ അറിഞ്ഞിട്ട് അവർ അർഹരായ ആളുകൾക്ക് നമ്മൾ അറിഞ്ഞ് സഹായിക്കലാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് ഈ ഒരു ഇത്രയും നല്ല അറിവും പരിചയവും എല്ലാം ഉള്ള ഒരു ലീഡേഴ്സാണ്. കാരണം 10-20 വർഷം കുവൈറ്റിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അവിടുന്ന് പ്രായപ്രതി നമ്മൾ നാട്ടിൽ റിട്ടയർമെൻറ്റ് ജീവിതം കഴിക്കുമ്പോൾ ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇപ്പോൾ അവിടെ നല്ല ഊർജ്ജസ്വലരായ പ്രവർത്തകരേക്കാരും അവിടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഫണ്ട് അവർ 10, 20, 50 ഒക്കെ ചില്ലറൊക്കെ കൊടുത്തിട്ട്, അതും ഒരു വലിയൊരു പിരിവില്ല എന്നാണ് പറയേണ്ടത്, എന്നിട്ട് ഒരു വാർഷിക വരിസംഖ്യയൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും അർഹരായ കരങ്ങളിലേക്ക് എത്തിക്കുമ്പം അത് അർഹരായ ആളുകളിലേക്കാണ് അതെന്ത് ചെയ്യേണ്ടത് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു കുവൈറ്റ് മുസ്ലിം
അസോസിയേഷൻ നിലനിർത്തേണ്ടത് നമ്മുടെ നാടിൻ്റെ ബാധ്യതയാണ്, നമ്മുടെ നാട്ടുകാരുടെ ബാധ്യതയാണ്, ഓരോ പ്രവാസിയുടെയും ബാധ്യതയാണ്, കുവൈത്ത് പ്രവാസി പ്രത്യേകിച്ച്. അപ്പം നമ്മൾക്ക് പലതുള്ളി പെരുവെള്ളമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സഹായിക്കണം. ചെറിയ സംഖ്യയാണ് വിചാരിച്ചിട്ട് കുറച്ച് പൈസ ചെറിയൊരു തുക കൊടുത്തു വെച്ചിട്ട് ആരും എന്തില്ല മോശക്കാരാകണില്ല. ചില ആളുകൾ പറയും ഞാൻ 1000 കൊടുക്കേണ്ടടുത്ത് 50 കൊടുക്കും പറയും, അത് മറ്റുള്ളവരുടെ ഇടയിൽ മോശമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയും നമുക്ക് എന്തുണ്ട്, നമ്മളിങ്ങനെ ഓരോ വിഷയം സ്റ്റഡി ചെയ്യുമ്പോൾ പറയും. പക്ഷെ ഒരിക്കലും ഞാനൊക്കെ എന്നോട് അങ്ങനെ പറയുമ്പോൾ ഞാൻ അപ്പം തന്നെ പറയും, കാരണം അത് തെറ്റായൊരിതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1,00,000 കൊടുക്കുന്നതും 500 കൊടുക്കുന്നതും ചിലപ്പം അത് റബ്ബിൻ്റെ അടിയിൽ തുല്യമായിട്ട് വരും. കാരണം അവൻ്റെ സമ്പത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് എന്തില്ല, നമുക്ക് പരാജയമല്ല, നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അതൊന്നും കുറയാൻ പോകുന്നില്ല, നമ്മുടെ സമ്പത്ത് കുറയില്ല. കാരണം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറയില്ല, അത് സത്യമാണ്. അതെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേങ്കിലും കൂടിയിട്ട് ചില ആളുകൾ കൊടുത്താലും എന്താ കുറയും എന്നുള്ളതൊക്കെ പോലെ അത് എന്ത് ചെയ്യില്ല, അങ്ങനെ ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യണം, ഈ കൂട്ടായ്മക്ക് എന്ത് ചെയ്യണം, അത് ആ ഒരു രീതിയിൽ തന്നെ, നല്ലൊരു രീതിയിൽ തന്നെ, അതായത് നമ്മളുള്ള കഴിയുന്നത് നിർബന്ധിക്കുന്നതല്ല. നമ്മൾ ഇപ്പോൾ ഇവർക്ക് കൊടുക്കാനൊന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ആര് വന്നാലും നമ്മളെ വീട്ടിലൊക്കെ നിങ്ങളൊക്കെ പല ഈ മലപ്പുറം ജില്ലേൻ്റെ പല ഭാഗത്ത് അല്ലെങ്കിൽ കോഴിക്കോട് അവിടെ ആ ഭാഗങ്ങളിലുള്ള പ്രവാസികളായിരിക്കും. അപ്പം നമുക്ക് സഹായിക്കാൻ ആരെ സഹായിച്ചോ അത് പടച്ചോൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുക്കണം. അതാണ് ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ പടച്ച തമ്പുരാന് ഡയറക്റ്റ് വന്നിട്ട് കുറച്ച് പൈസ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അത് അള്ളാഹു നമ്മളിലൂടെ അവനെ സഹായിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ഇങ്ങനെ ചൊരിഞ്ഞു തരും. അപ്പോൾ അള്ളാഹ് മനസ്സിലാക്കും, ഞാൻ എൻ്റെ അടിമക്ക് ഞാൻ പൈസ സമ്പത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഈ രീതിയിൽ ചിലവാക്കും. അപ്പം ആ രീതിയിൽ നമ്മൾ ചിലവാക്കുന്നത് അള്ളാഹ് കാണുമല്ലോ. അപ്പം അത് ചെറിയ സംഖ്യ ആയിക്കോട്ടെ വലിയ സംഖ്യ ആയിക്കോട്ടെ, അപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മളിങ്ങനെ ചിലവാക്കുമ്പോൾ അത് അള്ളാഹിൻ്റെ പണിയാണത്. അത് നേരിട്ട് അള്ളാഹ്ക്ക് കൊടുത്തു തരാൻ പറ്റില്ല. അപ്പം അള്ളാഹിൻ്റെ അടിമകളെ കൊണ്ട് തന്നെ അള്ളാഹു അത് ഇങ്ങനെ ചെയ്യിക്കും. അപ്പോൾ അതങ്ങനെ അതിൻ്റെ റൂട്ട് അങ്ങനെയാണ്. ആ റൂട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ അത് തെറ്റായി ധരിക്കരുത്. അത് എല്ലാവരും ഉള്ളതിനനുസരിച്ച് സഹായിക്കാൻ പഠിക്കുക. അപ്പോഴാണ് നമുക്ക് ചെറിയ സംഖ്യയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ആ ഒരു ഇതുണ്ട് വരുള്ളൂ. നമുക്ക് അങ്ങനെ വരണം. നമ്മൾ കുറച്ച് കഴിഞ്ഞാലും, അതായത് ഒരു 10-20 ഒരു 50 വയസ്സുള്ളവന് ഒരു 70 വയസ്സ് 80 വയസ്സ് അതിൻ്റെ അടിയിൽ എല്ലാവരും മരിച്ചു പോകും. നമ്മളൊന്നും ആരും ഇവിടെ ആവശ്യമുള്ള ആളുകളെല്ലാം നമുക്ക് ഈ ദുനിയാവ് നമുക്ക് ശാശ്വതമല്ല. നമ്മൾ കുറച്ച് കാലം ജീവിക്കുള്ളൂ. ആ ജീവിതം നമ്മളെന്ത് ചെയ്യണം, നമ്മളാൽ കഴിയണം നല്ല രീതിയിൽ നമ്മളെന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. നിസ്കാരം ഇത് മാത്രമല്ല, നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോൻ നമുക്ക് അത് നൽകിയിട്ടില്ല. അല്ലെങ്കിൽ അതായത് അള്ളാഹു നമുക്ക് നിസ്കരിച്ചാൽ എന്തല്ല അതിൻ്റെ പ്രതിഫലം അള്ളാഹ് തന്നെ വിചാരിക്കണം. നമ്മളെ നിസ്കാരത്തിൻ്റെ ഒക്കെ ഒരു ഇതാണ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒക്കെ ഭക്തി എന്നുള്ളത് നമുക്ക് നിസ്കരിക്കുമ്പോൾ, ഞാനടക്കമുള്ള ആളുകളുണ്ടാവും നിസ്കരിക്കുമ്പോൾ അറിയാം. അപ്പോൾ നിസ്കാരം എന്നല്ല, അള്ളാഹ് റഊഫ് റഹീമാണ്. നമ്മളെ പ്രാർത്ഥനയിലൂടെ അള്ളാഹു നമുക്കത് പുറത്തു തരും. അപ്പോൾ അതിനാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ എപ്പോഴും എന്നോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അഡീഷണലായിട്ട് ചെയ്യണ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്തരം ധനങ്ങളൊക്കെ നമുക്ക് അർഹരായ ആളുകളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കുവൈത്ത് അസോസിയേഷൻ ഒരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഈ നാടിന് ഒരുപാട് നന്മ ചൊരിയാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഞാനും ഈ ഒരു മേഖലയിലുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മൊബൈലിൻ്റെ ഉപയോഗം അത് ഒരു 2 മിനിറ്റ് സംസാരിച്ച് കുഴപ്പമില്ലല്ലോ. ഇതാണ് മൊബൈലിൻ്റെ ഉപയോഗം. മൊബൈലിപ്പോൾ നമുക്ക് കുട്ടികളെ പോലെയാണ്, നമുക്ക് ഒരു കുട്ടീനെ പോലെയാണ് ഇപ്പോൾ മൊബൈൽ. നമ്മൾ ഫാമിലിയിലാണെങ്കിൽ ഇപ്പോൾ ബെഡ്റൂം പോവുകയാണെങ്കിൽ ഭാര്യ വേറൊരു സൈഡിൽ, ഭർത്താവ് വേറൊരു സൈഡിൽ, കുട്ടികൾ വേറൊരു സൈഡിൽ. അപ്പം എഡ്യൂക്കേഷൻ നമ്മളിപ്പോൾ മൊബൈലില്ലാതെ നമുക്ക് ഇനി കഴിയില്ല. നമുക്ക് ലഹരിയെ പോലെ ആയിക്കണം മൊബൈൽ. അപ്പം മൊബൈലിൻ്റെ ഉപയോഗം പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു പരിമിതിപ്പെടുത്തണം. മൊബൈൽ ഉപയോഗിക്കേണ്ടെന്ന് പറയില്ല, മൊബൈൽ ഉപയോഗിക്കാതെ ഇനി കഴിയില്ല. പക്ഷേങ്കിലും കൂടിയിട്ട് നമ്മളതിനെ എന്ത് ചെയ്യണം, ഒന്ന് പരിമിതിപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. കാരണം രക്ഷിതാവിന് പറയാൻ പറ്റില്ല. രക്ഷിതാവ് നമ്മൾ ഉമ്മയാലും ഉപ്പായാലും രക്ഷിതാവിൻ്റെ അടുത്തുണ്ടാവും സാധനം, നമുക്ക് ആ ടൈമായാലും ഇത് വേണം. അപ്പോൾ അത് കുട്ടികളും എന്ത് ചെയ്യണം, കുട്ടികളോട് പറയാൻ വയ്യ, കുട്ടികളോട് നിങ്ങൾ ചെയ്യണില്ലേ എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ചില ആളുകൾ ബിസിനസ് പരമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കുട്ടികൾ ഫുൾ ടൈം എന്ത് ചെയ്യാൻ പാടില്ല, അത് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക്
ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒരു പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള സാറ് പറഞ്ഞുതരും. ഇപ്പോൾ ഡോക്ടർ ആറും റഷീദ് സാറ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരും. അദ്ദേഹത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വളരെ മുതൽക്കൂട്ടാവും. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലുള്ള ഉത്ബോധന പ്രഭാഷണവും ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കൊടുക്കുന്ന ഒരു പ്രഗത്ഭനായ വ്യക്തിത്വമാണ് അദ്ദേഹം. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരും. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളതത്ര ഈ വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു 1-2 കാര്യം കൂടി ചെറുതായിട്ട് പറഞ്ഞാണ് ഞാൻ നിർത്തുകയാണ്. അതായത് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മദ്യവും മയക്കുമരുന്നും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെ കുട്ടികൾ എത്ര ഇതിലിപ്പോൾ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ ഉള്ളത്. ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മദ്യം കൂടുതൽ ഒഴുകും. കാരണം നമ്മൾ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയൊരു അതിന് ഇടതായാലും വലതായാലും ഏത് ഗവൺമെൻറ് വന്നാലും ഇനി നമുക്ക് നമ്മുടെ വരുമാനം എന്താണ്? ടൂറിസമാണ്. ഈ ടൂറിസം ഉള്ളിടത്തൊക്കെ മദ്യത്തിൻ്റെ ഉപയോഗം കൂടും. അപ്പം എല്ലാത്തിൻ്റെയും ഈ ലഹരിയുടെ ഒരു കീ എന്താണ്? മദ്യമാണ്. അപ്പോൾ ഈ മദ്യം ഉണ്ടാകുമ്പം ലഹരി ഉണ്ടാവും. ഈ ലഹരിയെ നമ്മൾ എന്ത് ചെയ്യണം? തോൽപ്പിക്കണമെങ്കിൽ നമ്മളൊന്ന് സ്വയം വിചാരിക്കണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ലഹരി ഈ നാട്ടിൽ 100% മുക്തമാവില്ല. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ള ആളുകൾ 99 അല്ലെങ്കിൽ 98% മദ്യം ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാത്ത ആളുകളായിരിക്കും. 2% ആളുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതുണ്ടാവുള്ളൂ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നാട്ടിൽ ഒരിക്കലും ഇനി എന്ത് ചെയ്യില്ല, മദ്യം യഥേഷ്ടമോ. കാരണം സർക്കാരിൻ്റെ വരുമാനം മദ്യമാണ്. അപ്പം വരുമാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ഈ കടകളിലൊക്കെ എന്ത് ചെയ്യും, നമ്മളെ ഗ്രോസറി കടകളിലും ഒക്കെ പിൽക്കാലത്ത് ഇപ്പോഴില്ല, കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ അതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ലഹരിയുടെ ഉപയോഗം കൂടും. അപ്പോൾ ലഹരി എന്താ ചെയ്യും, സിന്തറ്റിക് ഡ്രഗ്സുകൾ പല രീതിയിലായിട്ട് ഈ കാര്യം വരിക. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഈടായിട്ട് പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ, സ്വന്തം മോനെ ഉമ്മനെ അടിച്ചു കൊല്ലണ്, പല പ്രശ്നങ്ങളും. അതൊക്കെ അപൂർവമായിട്ടാണെങ്കിലും നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം നമ്മളെ കുട്ടികളുടെ പോക്ക് വരവ് എന്താണ്, അവരുടെ വ്യത്യാസം കാര്യങ്ങളൊക്കെ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. കുട്ടികളും എന്താണ് ഇപ്പോൾ പഴയ പോലെയല്ല, അവർക്കും എന്തുണ്ട്, ഒരു അറിവുണ്ട്. ആ തിരിച്ചറിവാണ് നമ്മൾ രക്ഷിതാക്കൾ കൊടുക്കേണ്ടത്. അതുപോലത്തെ ഇത്തരം മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ ഇപ്പോൾ റഷീദ് സാറൊക്കെ ഇപ്പോൾ നിങ്ങളോട് അതൊക്കെ കുറിച്ചൊക്കെ ചെറുതായിട്ട് പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ലഹരി. അപ്പം ഇനി കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളെ കാണാനും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും കുവൈത്ത് അസോസിയേഷൻ്റെ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് ഞങ്ങളെ നാട്ടുകാരനായ മടപ്പള്ളി മുഹമ്മദ് കുട്ടി സാഹിബ്, അദ്ദേഹം ചെറുപ്പം മുതലേ ഞങ്ങൾ അറിയുന്ന ആളുകളും ഞങ്ങൾ ഒരേ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവിടെ വന്നപ്പോഴും അദ്ദേഹം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.